അമ്മേ മനുഷ്യനെ വധിച്ചിട്ട് അയ്യപ്പൻ വരുമ്പോള് രാക്ഷസനായിരുന്നു അതിനെ വധിച്ചിട്ട് വരികയാണ് ആയത്. അപ്പോൾ വരുമ്പോൾ അയ്യപ്പൻ്റെ പരിവാരങ്ങൾ എല്ലാവരും അവരുടെ ചെണ്ടമേളം കൂട്ടായിട്ട് ആഘോഷമായിട്ട് വരുന്നതാണിത്. അതിൻ്റെ ഓർമ്മക്കായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ പേട്ടേട്ടൻ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് കളർപ്പൊടിയൊക്കെ ആഘോഷമാണ് ഇതൊക്കെ എന്താണ്. വരൂ വരൂ. അല്ല മൂത്തകത്തോട് തിരുമൂത്തകത്തോട് കുഴപ്പമില്ല. കണ്ണടച്ചായി ആ അടിപൊളി. മഞ്ഞ ചമ്പ് ഇവിടെ മഞ്ഞ ചമ്പ് അയ്യോ പിടിയില്ല, അയ്യോ പിടിയില്ല, 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 അയ്യോ പിടിയില്ല, പിടിയില്ല. പഴകി സാമി പഴകി, സാമി പഴകിയപ്പോ, സാമി പഴകിയപ്പോ, സാമിയേ അവനിയാ അമ്മായി പ്രകടനത്തെ പ്രത്യേകിച്ച് ഫ്രീ ആയിട്ട് തൂപ്പിടണ എങ്ങോട്ടാ അല്ലേ? ഫ്രീ ആയിട്ട് തൂപ്പിട്ടാൻ വന്നില്ലേ?
യോ ഗൈസ്, നമ്മളിപ്പോൾ കുളിക്കാനാണ് പോകുന്നത്. മുട്ടിനത്ര വെള്ളം ഉണ്ടാവുള്ള. മണിയണ്ടര ഇങ്ങോട്ട് തന്നോ? വായക്കാരുടെ കൂടും ഇല്ല. പൊട്ടിപ്പൊളിഞ്ഞോട്ടൊക്കെ കിടക്കുന്നു. ഇങ്ങോട്ട് കണ്ടില്ല. ഇതല്ല, ഇത് ഇവിടെ ഇത് കണ്ടിട്ടില്ല. എല്ലാ തവണയും ഓരോരുത്തരൊക്കെ കൂടെ കാണാത്തവരുണ്ടാവുമല്ലോ. കാണിച്ചു നോക്കാം. ഇപ്പൊ കൊറേ നന്നാക്കിയല്ലേ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞോട്ട് ശ്രദ്ധിക്കാണ്ട് ചെയ്യുന്നു. നമുക്ക് ഫോട്ടോ എടുക്കാം. ഇപ്പം മനുഷ്യ നിഗ്രഹത്തിനായിട്ട് വന്നപ്പോഴേ ഈ വധിക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ ഈ ഒരു തറവാടായിരുന്നത്. അവിടുത്തെ ഈ വീട്ടിൽ വന്നാണ് വിശ്രമിച്ചത്. അപ്പൊ ഇവിടുത്തെ അമ്മക്ക് പോണതിന് മുൻപായിട്ടൊരു വാള് അയ്യപ്പന്റെ ഓർമ്മക്കായിട്ട് കൊടുത്തു. അത് ഇന്നും സൂക്ഷിച്ചിരുന്ന ഐതിഹ്യം. അമ്മൂമ്മ കണ്ടു ചേട്ടാ. അമ്മൂമ്മയുടെ അമ്മൂമ്മ ഞങ്ങളെ മനസ്സിലായ? എല്ലാ വർഷം വന്ന് കുളിക്കാറുള്ള ആൾക്കാരുടെ ഞങ്ങള്. അതിലെ പോലെ ഞങ്ങളേ സാധാരണ ദിവസം വന്നിച്ച് 1-ാം തീയതി വരാറ്. ഈ ദിവസം മാത്രം 2-ാം തീയതി ആയി. അതെ, സുഖം തന്നെ, നമുക്ക് സുഖം തന്നെ. ശരി. അയ്യ വന്നാളല്ലേ? ഞങ്ങൾ വർഷങ്ങളായിട്ട് വന്ന പോണ ആൾക്കാരല്ല ഞങ്ങള്. ശരി, കുളിക്കട്ടെ കേട്ടാ. തല വിളിക്കണല്ലേ? കുറച്ച് ചോമ്മയുണ്ടല്ലേ?
ഇതിപ്പോ എങ്ങാടാ നടക്കണെന്ന്? അമ്പലത്തിലേക്കാ? നമ്മളിപ്പോൾ ഉറുമ്പിക്കരയിൽ നമ്മൾ സ്റ്റേ അടിച്ച സ്ഥലത്ത് നിന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് റോഡ് ഒരു 2 കിലോമീറ്ററോളം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കാടാണ്. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ കാടാണ്. വൈകിട്ട് ഒരു 6 മണി വരെ അതിൻ്റെ അപ്പുറത്തേക്ക് കടത്തി വിടുള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ സ്റ്റേ അടിച്ചിട്ട് അപ്പോൾ ഇന്നലെ വന്ന് ഞങ്ങൾ സ്റ്റേ അടിച്ചാണ്. വെളുപ്പിന് ഇപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ്. ഓക്കെ, നമുക്ക് ചെക്ക് പോസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ അവിടെ നിന്ന് നടന്നിട്ട് ചെക്ക് പോസ്റ്റ് എത്തണേക്കുമ്പോൾ ഇവിടെ ഒരു അമ്പലം ഉണ്ട്. ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രം, ഇരുമ്പൂന്നിക്കര. ഇവിടെ നിന്ന് ഇപ്പോൾ എത്ര കിലോമീറ്ററാണ് സന്നിധാനത്തു നിന്നൊക്കെയുള്ള സംഭവം ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. എന്താ കാളകെട്ടി 6, അഴുതേൽക്ക് 7, കല്ലാങ്കുന്ന് 9, മുക്കുഴിയിലേക്ക് 11, പുതുശ്ശേരി 17, കരിമല 20 കിലോമീറ്റർ, വലിയാനവട്ടം 24, ചെറിയാനവട്ടം 25, ഒമ്പേൽക്ക് 25 കിലോമീറ്റർ, സന്നിധാനത്തേക്ക് 30 കിലോമീറ്റർ. അപ്പോൾ കാനനപാത സ്റ്റാർട്ട് ചെയ്യേണ്ട. അപ്പോൾ ഇതാണ് വഴിയും കാര്യങ്ങളും. പോയി നമുക്ക് ഓരോ കാഴ്ചകളൊക്കെ കാണാം. ഓരോ ഡെസ്റ്റിനേഷനൊക്കെ എത്തുമ്പോൾ ആ ഡെസ്റ്റിനേഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇതിൽ കുറേ മെൻഷൻ ചെയ്തിട്ടുണ്ടായില്ല. ആ സ്ഥലമൊക്കെ നമുക്ക് എത്തുമ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇവിടെയൊക്കെയാണ്. ഓക്കെ, ഈ ഫ്രണ്ടിൽ പോണ പുള്ളിയൊക്കെ ഇഷ്ടം പോലെ തവണ പോയിട്ടുള്ളതാണ്. അവർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. നമുക്ക് ഫസ്റ്റ് ടൈം കാണേണ്ട ഒരു ഇതുണ്ടാവില്ലേ. അടിപൊളിയാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നമ്മുടെ ടീംസൊക്കെ അതേ നടന്നു വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് പേര്. അപ്പോൾ ഇതിൽ നടന്നു വരുമ്പോൾ എല്ലാവരും അട്ടട കടി പ്രതീക്ഷിച്ച് എന്തായാലും വന്നാൽ മതി ചേട്ടാ. കാരണം മട്ട എന്തായാലും കടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉപ്പ് കലക്കിയിട്ട് ഒരു കുപ്പിയിലെടുത്ത് വയ്ക്കുക. അപ്പോൾ അത് ഒഴിച്ച് കഴിയുമ്പോൾ പൊയ്ക്കോളും. അല്ലെങ്കിൽ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അതെടുക്കുക. ചില ആൾക്കാർ ഉപ്പ് കിഴിയൊക്കെ എടുക്കാറുണ്ട്. ഉപ്പ് കിഴി എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ മേത്ത് ഇങ്ങനെ അട്ട കടിച്ച് പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മേത്ത് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ അത് വിട്ടുപോകും. എൻ്റെ പൊന്നോ, നടന്നിങ്ങനെ ഔഷധമായിട്ട് വരുമ്പോൾ കാല് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നടക്കാനുള്ള എനർജിയാണ്. മരത്തിൻ്റെ ഒക്കെ ഒരു വലിപ്പം കണ്ട. അപ്പോൾ കൊട്ടും കാട്ടിക്കട ഒറ്റക്ക് കാണുന്ന വേണ്ട. എൻ്റെ അമ്മ കിട്ടില്ല വൈബ് നോക്കിയിട്ട് നൈസായിട്ട് തണുപ്പൊക്കെ കൊള്ളാനും വലിയ ആവശ്യമൊന്നുമില്ല കേട്ടോ. നൈസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. കയറുന്ന സമയത്ത് ഒരു വടി ഉണ്ടെങ്കിൽ കുത്തിപ്പിടിച്ച് കയറാൻ നല്ല സുഖമായിരിക്കോട്ടെ. ഞങ്ങൾ വടി എടുത്തിട്ടൊരു വടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒപ്പിക്കണം അല്ലേ. പാർവതി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നടപ്പാത മാത്രം. ചുറ്റും കാടായിരുന്നു പറഞ്ഞു. ചുറ്റും കാട്, നടപ്പാത മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞത്.
അന്നത്തെ വനയാത്ര സംബന്ധിച്ച് ഇന്ന് എത്രാമത്തെ തവണയാണ് ഇപ്പൊ ഇങ്ങനെ കാരണപാതയിൽ കൂടെ പോണത്? ഒരു 20 വർഷത്തിന്റെ അടുത്ത്. ഞാനൊക്കെ ഒരു 15 വർഷത്തിന്റെ അടുത്തൊക്കെ ഉണ്ടാവുള്ളൂ. ഇവര് അല്ല 20 വർഷമായി നടന്ന് പോകാൻ തുടങ്ങിയിട്ട്. ഒരു വണ്ടി വരണ്ടിട്ട് ഇതിലേ അടിക്കൂടെ. ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ വണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാട്ടൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മ കാളകെട്ടി എത്താറായി. കുറച്ചും കൂടി നടന്ന കാളകെട്ടി എത്തുമെന്ന് തോന്നാണ്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അനുഷ്ഠാനങ്ങൾ ഭാഗമായി പാലിച്ച് ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി വിടുക. ഒരു പെരിയ സ്വാമിയെ കേട്ടോ, എല്ലാവരെയും അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാളകെട്ടി ശിവപാർവതി ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിക്കുകയാണ്. അപ്പം നിങ്ങൾ പോയി ഭഗവാനെ കണ്ട് എല്ലാ ഐശ്വര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങളിൽ ഒരുവനായിട്ട് നിങ്ങളവിടെ ചെന്ന് സ്വാമിയെ ദർശനം നടത്തുക കേട്ടോ. അങ്ങനെ ഒരു കാര്യമാണ് ആദ്യം അത് തുടങ്ങുകയാണ്. ഇത് ഞങ്ങളുടെ സഭയുടെ പ്രസിഡന്റാണ്, സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റാണ് KP ശങ്കരൻ. സ്വാമിയുടെ കാലുകൾ കാളകെട്ടി മഹാദേവ ഭഗവാനേ ശരണയ്യപ്പോ. ദേവനേ സ്വാമിയേ സ്വാമിയേ എന്താ ഇത് നടക്കണാണ്. എന്താ കാളകെട്ടി ആഞ്ഞിലി എന്ന് പറയണത്. അതാണ് ആ ആഞ്ഞിലിയാണ് ഈ കിടക്കണത്. ഓക്കെ, അമ്പലത്തിൻ്റെ കവാടം ഉണ്ടായത്. നമുക്ക് റോഡ് മാർഗം ഇതിലേ വരാൻ പറ്റും. നമ്മ പക്ഷേ കാട്ടിൽ കൂടെ നടന്നാണ് വന്നത്. എന്താ എന്താ ഈ റോഡ് മാർഗം നമ്മളിങ്ങനെ കുറച്ച് നേരം ചെന്നതിന് ശേഷം പിന്നെ എന്താ കാട്ടിലേക്ക് ഡൈവേർട്ട് ചെയ്യും. അപ്പോൾ അതേ നടന്നാണ് നമ്മൾ റോട്ടിൽ നിന്ന് നമ്മൾ കാട്ടിലേക്ക് ഡൈവേർട്ട് ചെയ്യണ്ട. ഇങ്ങനെ നടന്നുകൊണ്ട് നമ്മൾ റൈറ്റിലേക്ക് നമ്മളിങ്ങനെ കയറി പോകട്ടെ. എന്താ കാളകെട്ടിന്ന് അതെ ഇത് ഇങ്ങോട്ട് അഴുതാകെട്ടിന്ന് കണ്ടോ നേരെ പോകണമെന്ന് നമ്മൾ നടന്നിട്ട് നമ്മൾ അഴുതാണ് രീതിയല്ലേ പറഞ്ഞു അതിനോട്. ഹലോ
പിന്നെ അങ്ങനെ ടീം അഴുതയിൽ വന്നിട്ട് ആർമാദിച്ച് കുളിക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വണ്ടിച്ച് കുളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇവിടുന്ന് കല്ലിടാങ്കുന്നിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലൊക്കെ മുങ്ങിയെടുക്കുന്ന ഇവിടെ നിന്നാണ്. ഇവിടെ എല്ലാവരും കല്ല് മുങ്ങി എടുക്കണൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതേ പ്രസാദം ഒരു 5-6 കല്ലൊക്കെ മുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് ഇടുമെന്നാണ് പറഞ്ഞത്. നദിയിൽ സ്നാനം ചെയ്ത് സ്നാനം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ മുങ്ങി നമുക്ക് എന്താണ് കല്ല് എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് അഴുതാമല കയറിയിട്ട് കല്ലിടാൻ മുന്നിലാണ്. ഇന്നെത്തും. നമ്മൾ ഇന്ന് അവിടെ കൊണ്ടുപോയിട്ട് മഹിഷീനെ എന്താണ് അടക്കം ചെയ്ത സ്ഥലത്ത് ഇവിടുന്ന് കാൽനട യാത്രയായിട്ട് പോകുന്ന ആൾക്കാർ കല്ലുകൊണ്ടു ഇടും. അപ്പോൾ നമ്മൾ എടുത്ത കല്ലുകൾ സമയം എടുത്ത കല്ലുകൾ അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കല്ല് അതാ ഇത് മഹിഷിയുടെ ഉടല് കൊണ്ടുവരാനുള്ള ഐറ്റമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇഞ്ചിപ്പാർക്ക് ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇന്ന് മുക്കുഴിത്താവളത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. കിഡിലിനായിട്ടുള്ള കയറ്റങ്ങൾ കയറിക്കൊണ്ടിരിക്കേണ്ട. കാണുമ്പോൾ അറിയാൻ പറ്റുണ്ടാവും കരുതൽ ലെങ്ത്. എന്താ വെള്ളം വേണ്ട, വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അതും കൂടി ഞാൻ വേറെയൊക്കെ പതിയും ക്യാമറയില്. അപ്പോൾ നമ്മൾ അയ്യപ്പ ഭക്തർ നമ്മൾ അഴുതാ നദിയിൽ മുങ്ങുകയും അവിടെ നിന്ന് എടുത്ത കല്ല് മഹിഷിയെ അടക്കം ചെയ്ത കല്ലിടാങ്കുന്നിലാണ് നമ്മൾ കല്ലിട്ട് വന്നിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവിടെ ഭക്തർ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ ഭക്തരുടെ പ്രവാഹമാണ്. അപ്പോൾ നമുക്ക് കല്ലിട്ട് വന്ദനം ആരംഭിക്കുകയാണ്. കല്ലിട്ട് വന്ദനമേ മഹിഷി മർദ്ദകനേ മഹിഷി മർദ്ദകനേ. അപ്പോൾ അയ്യപ്പനും ആരാട്ട് മഹിഷിയായിട്ടുള്ള യുദ്ധത്തിൽ അയ്യപ്പനും ലാസ്റ്റ് ആരെ വധിക്കും? മഹിഷിനെ വധിച്ചിട്ട് തല നമ്മൾ എടുക്കുമല്ല, തല വലിച്ചെറിഞ്ഞ് വീണ സ്ഥലമാണ് ഏത്? ഇതിന്റെ പറയുന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ? പേരെന്താണ്? ഇഞ്ചിപ്പാറക്കോട്ടെന്നും പറയും. ഇതിന്റെ വിഷം
ഈ ഭൂലോകം നശിക്കുന്നു തോന്നിക്കഴിയുമ്പോൾ ഈ ദേവതകൾ വന്നിട്ട് പറയും ഇതിനെ ഈ കിടങ്ങിൽ വെച്ചിട്ട് ഈ മറ്റേ സാധനമായിട്ട് കല്ലിട്ട് മൂടണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ശരീരം ഒരു സ്ഥലത്താക്കിയിട്ടാണ് ഈ മൂടണത്. അതാണ് നമ്മളിപ്പോൾ കല്ലിടാങ്കുന്നിൽ നമ്മൾ കല്ലിട്ട് അതിൻ്റെ ഓർമ്മക്കായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ കല്ലിടാങ്കുന്നിൽ കല്ലിട്ട് നമ്മൾ ബന്ധിച്ചത്. ശരിക്കും ഇവിടെ ആനയൊക്കെ വന്ന് ഒരു തവണ വന്നിട്ട് വിഗ്രഹങ്ങളൊക്കെ ആന എടുത്തുകൊണ്ട് ഇവിടുത്തെ കുറെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓട് പാത്രങ്ങളൊക്കെ ആന ഞങ്ങൾ വന്നപ്പോ ചിളക്കി വെച്ചേക്കാണ്. ഇങ്ങനെ ആകെ ഇങ്ങനെ വലിയ വലിയ പുഷ്പങ്ങളൊക്കെ അങ്ങനെ അടിച്ച് പരത്തി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇഞ്ചിപ്പാറക്കോട്ടയിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഇറങ്ങിയത് ശരിക്കും ഇറങ്ങിയത് പോലെ തന്നെയാണ്. ഇനി ഇറക്കമാണ് മൊത്തം. ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഉള്ളത് മുക്കുഴിത്താവളത്തിലാണ് കേട്ടോ. എന്താ ഭദ്രാളിയാ ദുർഗാദേവി. ദുർഗാദേവി ക്ഷേത്രം ഉണ്ട് കേട്ടോ ഈ മുക്കുഴിയിൽ. അവിടെ നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം ചെറുതായിട്ടൊരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടാ അല്ലേ? സൂപ്പറായിട്ടുള്ള ഇറക്കമാണ് കണ്ടില്ലേ? നല്ല ശ്രദ്ധിച്ചിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പണി പാടും. ദൈവത്തിന് നല്ല അനുഗ്രഹം ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം. അറിയാമോ, മഴയില്ല, ഇതൊന്നുമല്ല രജിസ്റ്റർ ഇവിടെ ഇവിടെ എത്തിയില്ലേ, എന്തോരം സംഭവങ്ങൾ കണ്ടിട്ട് ഇവിടെ എത്തണം അറിയാം. മുട്ട പിടിച്ചു, അവിടെ വിളി ഇവിടെ വിളി, പിള്ളേരുടെ തോലവിളി, ചില ആൾക്കാർ അവിടെ ഓരോരുത്തർ ഒഴിക്കുമ്പോ ഒഴിക്കണവന്റെ കാലം ഇരിപ്പുണ്ടാവും. ഒഴിച്ചു കൊടുക്കണം. അപ്പത്രല്ല പറഞ്ഞു നടന്ന് കഴിഞ്ഞല്ലേ അല്ലേ? ഒരു പറഞ്ഞേ. നമ്മുടെ അഴുതാമല ഇറക്കം ഏകദേശം കഴിയാറായിട്ടാ അല്ലേ? അഴുതാമല അല്ലേ? ആ ഇവിടെ ഒരു കൂറ്റം മരം ഉണ്ട് കേട്ടാ. മരത്തിൻ്റെ സംഭവം കാണിച്ചു തരാട്ടാ. അപ്പുറത്ത് വിളിച്ചിരുന്നു. അല്ല ഇതേ ഈ മരത്തിന്റെ നിങ്ങളെ കിട്ടണ്ടേ ഫോട്ടോ നോക്ക്. ഇവര് മരത്തിന്റെ വേരിന്റെ ഉള്ളിലാണ് ഇവര് നിക്കണത്. ഒരു മരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റാണ്ട് പഴക്കമുള്ള മരമാണ്. ഈ ഗാഡികൾ എന്ന് വെച്ചാൽ പുതിയൊരു ഗാഡികളാണ്. ഇവരെല്ലാം ഗില്ലടികളാണ്, ഭയങ്കര ഐശ്വര്യമുള്ള ഗില്ലടികളാണ്. അടിപൊളിയാണ് ടീമേ. അവര് ഇവിടെയൊക്കെ നടക്കുമ്പോ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലേ നോക്കി അടിപൊളിയാണ്. നോക്കി ഇതിൻ്റെ അടി കൂടെ ഒരു കാട്ടി കൂടെ വഴിയെ കാണണ്ടല്ലോ. മൃഗങ്ങളൊക്കെ വന്നേക്കുമല്ലേ? നാളെ പോകുമ്പോ കാലം എടുത്ത് കഷ്ടത്തിൽ വെച്ചാ കാലം വിടരുതപ്പാ. അപ്പൊ നമ്മ നടന്ന് മുക്കുഴി താവളത്തി കേട്ടാ അല്ലേ? ഇതല്ലേ ഇന്ന് ഇവിടെ അല്ലേ സ്റ്റേ? മഴയില്ല, അട്ടിയില്ല, വെയിലില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോ നടന്നില്ലേ, അട്ടിയില്ലെങ്കിലും വെയിൽ വന്നാലുണ്ടല്ലോ സഹിക്കാം. ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര ചൂട്. നമ്മൾ വേർത്ത് കുളിച്ച് വിടും. നമ്മള് ഇപ്പൊ ഈ വെള്ളത്തിന്റെ ബാഗിൽ വെള്ളമുണ്ട്, വെള്ളം എടുത്തിട്ടില്ല നമ്മള്. ഒത്തിരി വെള്ളം കുടിച്ചിട്ടുള്ളൂ. മുക്കുഴി ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ടാവുന്നു. ഇന്ന് ഇവിടെയാണ് നമ്മൾ താമസിക്കണത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വഴി പോകുന്നുണ്ട്. ഇത് കണ്ട വായത്താക്കണ്ട കളഞ്ഞേക്ക്.
മുക്കുഴുത്താവളത്തിൽ നമ്മതേ കുളിക്കാൻ വേണ്ടി വന്നേക്കേണ്ടത്. മുക്കുഴുത്താവളത്തിൽ ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ റേഞ്ച് കിട്ടും. കിടക്കണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടിഞ്ഞു വിളിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. സോപ്പ് അവിടെ കാണിച്ചേരണം. പിന്നെ കാട്ടിക്കൂടെ വീണ്ടും നമ്മ സ്ഥലക്കല്ലേ നടക്കാണ്. ഇന്നാണ് നടത്താം. കരിമല കയറാനുള്ള പരിപാടിയാണ്. കരിമല കയറ്റാൻ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വരുമ്പം വീണ് സ്വാമികളാണ് ഫ്രണ്ടിൽ പോകണ്ട. എടാ അട്ട പിടിച്ചോട്ട് ഇവിടെ എടവനായി ചോരൻ രാത്രി പിടിച്ചിട്ടുണ്ട്. അട്ടയാണെന്ന് തോന്നുന്നു ഗൈസ്, പിടിച്ചിട്ടുണ്ട്. വിളിച്ചോടാ എന്തൊക്കെയാണ് പിടിച്ച് പോയിട്ടുണ്ട് കേട്ടോ സാധനം. ഒരിക്കോ ഇല്ലല്ലോ സാധനം പിള്ളല്ലോ ചോളാൻ പറഞ്ഞില്ല പിടിച്ചിരിക്കാനാണ്. കഴിഞ്ഞൊന്നും നേരത്തെ ഉണ്ടായി അവിടെ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങിയുണ്ടായി. ഒരു പ്രാവശ്യം ചോരാൻ അവിടെ വന്നു കിട്ടാത്തണ്ടാണ്. ആ പോട്ടെ. അപ്പോൾ നമ്മുടെ സലീഷ് ഭായ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നടത്തവും കാര്യങ്ങളൊക്കെ? വളരെ അതിമനോഹരമായ യാത്രയിലൂടെയാണ് ഞങ്ങൾ അതിസാഹസികമായി കടന്നു. ഇവിടം വരെ എത്തിയത് വെരി വെരി ഹാപ്പി ആൻഡ് இது நம்ம தம்பி ஊருக்கு பூசா நாம சூப்பரா நடந்துட்டு இருக்கு ஒண்ணுமில்லப்பா. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിയിലാന്തോടാണ്. അപ്പോൾ നടന്ന് കരിമല കയറ്റത്തിൻ്റെ ഇടയിലുള്ളൊരു ഡെസ്റ്റിനേഷനാണിത്. നിങ്ങളെ തരും മൂടൊക്കെ പോയി. ഫോൺ എടുക്കാനുള്ള മൂടൊക്കെ പോയി.
ഇനി കുറച്ചും കൂടി ഉള്ളൂന്നല്ലേ മുകളിലേക്ക് കുറച്ചല്ലേ? അപ്പം നമ്മ കരിമലയുടെ ടോപ്പിലേക്ക് എത്താനായിട്ട് പോയാണ്. കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ കരിമല ടോപ്പിലേക്ക് എത്താനായിട്ട്. നടന്നാണ് ഞാൻ കണ്ട കരിമലയുടെ മുകളിൽ ടോപ്പിലെത്തിക്കേണ്ട. സ്വാമി ശരണയ്യപ്പോ ശരണയ്യപ്പോ അന്നപൂർണേശ്വരിയേ. കരിമലയുടെ മുകളിൽ നിന്ന് നമ്മുടെ ഒരു കിണറുണ്ട് കേട്ടോ. കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് വന്നേക്കണം. ഇതിന് കിണറിൻ്റെ പ്രത്യേകം എന്താ പറഞ്ഞാൽ അയ്യപ്പൻ കുത്തിയ കിണറാണെന്നാ അയ്യപ്പൻ കുത്തിയ കിണറാണെന്ന് പറയണ്. നമുക്കതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളം കിട്ടാനായിട്ട് ഉള്ള വഴിയാണത്. ഔഷധമായിട്ട് വന്നിട്ട് നല്ല ഈ തണുപ്പുള്ള വെള്ളം കുടിക്കുമ്പോഴേ അങ്ങനെ ചാർജായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, കരിമലയുടെ മുകളിൽ നിന്ന് ഇറങ്ങിയാണ്ട ഇനി നേരെ മൊത്തം ഇറക്കുവാണ്. നേരെ പമ്പയിലേക്കാണ്. ചെറിയൊരു കാര്യം ഉണ്ടാവും. അതിനകത്തത് മൊത്തം ഇറക്കുവാണ്. നേരെ ഇനി വെച്ച് നേരെ നമുക്ക് പമ്പയിലേക്ക് പോവാം. പമ്പയിൽ ചെന്നിട്ട് കാണാം കേട്ടോ. പൊളി പോണോ നോക്കി. ഇത് നേരെ പമ്പയിലേക്ക് കയറുമല്ലേ? വെള്ളത്തില് കുളിക്കാൻ തോന്നാണ്. വെള്ളം കണ്ടിട്ടേ ഇറങ്ങി കുളിക്കാനായിട്ട് തോന്നണം. അമാതിരി ടയേർഡായിട്ടാണ് ഇറങ്ങി വന്നത്. ഒരു 6-8 കച്ചവടക്കാരുടെ ഏരിയയുണ്ട് സ്ഥലമെന്റ് ഗുരുവാരി. സ്വാമി അപ്പ ശരണമപ്പ അയ്യപ്പ.
എവിടെയാണ് സ്ഥലം ഇത് പറഞ്ഞു? ചെറിയാനോട്ടാണ് അത്. ഇതെവിടെയാണ് സ്ഥലം? പമ്പ തീർത്ഥാണല്ലേ ഇപ്പം ഇരിക്കാൻ പോണത് അല്ലേ? ദാസ കാണാൻ പമ്പയാണ് അല്ലേ? അതിലാണ് പമ്പ വഴി സംഭവിക്കുന്നത്. ആ പമ്പേര ഇവിടെ നിന്ന് വലിയ ആനാട്ടത്തുനിന്ന് നമ്മൾ പിന്നെ നടന്നു തുടങ്ങിട്ടാ. അതിൻ്റെ അടുത്ത് ആ തിരുവാതിരം വരണം കൊണ്ടുവെക്കണ ഒരു മണ്ഡപമൊക്കെ ഉണ്ട്. കാണാൻ പറ്റുന്നറിയാൻ പാടില്ല. ഇവിടെയാണ് എയർപോർട്ടാ? എയർപോർട്ട് പമ്പയാണ്. പമ്പയിലാണ് ഏതൊരു ഇതിലാണ് കേട്ടോ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ 2 ദിവസത്തെ കാനവാസം കഴിഞ്ഞ് പമ്പയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇറ്റാച്ചേര അയ്യപ്പ സംഘത്തിൻ്റെ കൂടെയുള്ള കാനനയാത്ര ഇവിടെ പമ്പയിൽ എത്തിയേക്കേണ്ട. പമ്പയുടെ മുകളിലേക്കുള്ള യാത്ര നമ്മൾ കാണിക്കണം. അപ്പോൾ കാനനപാതര വിഷ്വൽസ് മാത്രമേ ഞാൻ കാണിക്കണുള്ളൂ, ശബരിമലയിലേക്ക് പോകണത് കാണിക്കണില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണേ. ബൈ ബൈ.